Welcome to Thasni's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. റമദാനിൽ അടുക്കള ഭാരം കുറക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 2 പിടി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലതായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി തന്നെ അരച്ചെടുക്കുക. അത് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാനിവിടെ ഈ ഒരു കാഷ്യൂ നട്ട്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ 1-2 സ്പൂൺ എടുത്ത് കറിയിലേക്ക് ഒഴിച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് നമുക്കിത് ഐസ് ക്യൂബ്സ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സിബ്ലോക്ക് കവറുകളിലാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം പിടിച്ച് ഇതിങ്ങനെ സോക്ക് ചെയ്ത് അരച്ചെടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറിയിലേക്ക് ഒരു ക്യൂബൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂ നട്ട്സ് ചേർത്തിട്ടുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കുന്ന സമയത്തും 1-2 ക്യൂബ്സ് ഇതിൽ നിന്ന് ആ സമയത്ത് എടുത്തിട്ട് ജ്യൂസ് റെഡിയാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഫ്രീസറിൽ. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചിരവുമ്പോൾ കുറച്ചധികം തേങ്ങ ചിരവി നമുക്ക് സിബ്ലോക്ക് കവറുകളിലാക്കി വെച്ചാലും എളുപ്പമാണ് പണികളൊക്കെ. പിന്നെ അതുപോലെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറികളും തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ജ്യൂസും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം തേങ്ങാപ്പാൽ കുറേ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം തേങ്ങ എടുത്ത് അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂടുവെള്ളമൊന്നും വേണ്ട, കുറച്ച് ചൂടുവെള്ളം. അപ്പോൾ ആ തേങ്ങയുടെ മാക്സിമം പാല് നമുക്ക് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് അതിൽ നിന്ന് മുഴുവനായിട്ടും തേങ്ങാപ്പാൽ എടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസ് ട്രേകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച കറികൾ റെഡിയാക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ജ്യൂസുകൾ റെഡിയാക്കി എടുക്കാനൊക്കെ വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് ബോട്ടിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. താഴെ വെച്ചാൽ മതി. ബാക്കി നമുക്ക് ഫ്രീസറിൽ ഐസ് ക്യൂബ്സ് ഫ്രീസറിലും വെക്കാം. അപ്പോൾ കറണ്ടൊക്കെ പോവാത്ത സ്ഥലങ്ങളിലാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ ഇതാ ബാക്കി തേങ്ങാപ്പാലെല്ലാം ഐസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ ബോക്സുകളിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സിബ്ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ധൃതി പിടിച്ചിട്ട് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് നാളത് ഇങ്ങനെ ഐസ് ക്യൂബ്സ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ കറികൾക്കൊക്കെ വേണ്ടുന്ന മറ്റ് കാര്യങ്ങളാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി സാധാരണ അരച്ച് വെക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കുറച്ചധികം നമുക്ക് തൊലിച്ച് ഇതുപോലെ നല്ലതായിട്ട് തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊക്കെ റമദാനാകുമ്പോൾ ഇങ്ങനെ അരക്കുന്ന സമയത്ത് കുറച്ചധികം അരച്ച് വെക്കാറാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഐസ് ക്യൂബ്സിലേക്ക് മാറ്റി അരച്ചെടുക്കുന്ന സമയത്ത് അല്പം ഓയിൽ ചേർത്ത് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയുടെ കളറൊന്നും മാറില്ല. അതുപോലെ തന്നെ ഇഞ്ചിയും നമുക്ക് തൊലി കളഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം ഓയിലും ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നാശമായി പോവില്ല. ഇതുപോലെ ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് ബൗളുകളിലേക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ കുറച്ചധികം തന്നെ തൊലിച്ച് വെക്കാം. ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ തൊലിച്ച് വെച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറികൾ റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ വെളുത്തുള്ളി ഐസ് ക്യൂബ്സ് ആയിട്ട് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അരച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാലും നമുക്ക് സ്പൂണിൽ അത് അങ്ങനെ കോരിയെടുത്ത് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പച്ചമുളക് ഞാനിവിടെ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ക്യൂബ്സ് ആക്കി വെച്ചാലും അതിൽ നിന്നൊക്കെ പകുതി തന്നെ എടുത്താൽ മതി. ഒരു ക്യൂബ് മുഴുവനൊന്നും ഒരു കറിയിലേക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ വെളുത്തുള്ളി അരച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും ഓയിൽ ചേർത്ത് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫ്രീസറിൽ വെക്കാനായിരുന്നാലും താഴെ വെക്കാനായിരുന്നാലും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുക്കി വെക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പച്ചമുളക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെട്ടെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് നല്ലതായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുക.
എന്നിട്ട് അതിന് മുകളിൽ ചെറിയൊരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം കൂടെ വെച്ച് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റമദാൻ കഴിയുന്നത് വരെയും ചീഞ്ഞു പോവാതെ ആ പച്ചമുളക് അങ്ങനെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ എടുത്ത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റൊന്നാണ് മല്ലിയിലയും പുതിനയിലയും. അതുപോലെ തന്നെ മല്ലിയില പുതിനയില കൊണ്ടുവന്ന പാടെ നല്ലതായിട്ട് വാഷ് ചെയ്ത് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിനകത്ത് ടിഷ്യൂ പേപ്പർ വിരിച്ച് മല്ലിയിലയും പുതിനയിലയും വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകാനും കുറേ നേരം സമയത്ത് വെള്ളത്തിലിട്ട് വെക്കാനും അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുറേ നാളിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോമ്പിന് മുമ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റമദാനിന് മുമ്പ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പാർട്ട് 1 കാണാനും മറക്കരുത്. ഇൻഷാല്ലാ പാർട്ട് 3 ആയിട്ട് നാളെ കാണാം. താങ്ക്